എല്ലാവർക്കും നമസ്കാരം. റിട്ടയർമെന്റ് പ്ലാനിങ് വളരെ പ്രധാനമാണെന്ന് നമുക്ക് മനസ്സിലായത് കോവിഡ് കാലഘട്ടത്താണ്. അതായത് റെഗുലർ ഇൻകം സ്റ്റോപ്പ് ആവുന്ന സമയത്ത് ഏറ്റവും അധികം പിടിച്ചു നിൽക്കാൻ സാധിച്ചത് ഗവൺമെന്റ് എംപ്ലോയീസ്, പിന്നെ പെൻഷൻ പ്ലാൻസ് ഉള്ളവർക്കാണ്. അപ്പോൾ നമ്മുടെ കോർപ്പസിൽ അല്ലെങ്കിൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വേണ്ട ഒരു പ്ലാനാണ് റിട്ടയർമെന്റ് പ്ലാൻ എന്ന് അന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ഇപ്പോൾ LICയുടെ ഏറ്റവും നല്ലൊരു റിട്ടയർമെന്റ് പ്ലാൻ ലോഞ്ച് ആയിട്ടുണ്ട്. ജീവൻ ഉത്സവ് എന്നാണ് പ്ലാന്റെ പേര്. സമ്മർഷുറിന്റെ 10% ഗ്യാരണ്ടീഡ് ബോണസ് കൊടുക്കുന്ന, ഗ്യാരണ്ടീഡ് ഇൻകം തരുന്ന പ്ലാനാണ് ജീവൻ ഉത്സവ് പ്ലാൻ. ആ പ്ലാൻ ഒന്നുകിൽ നമുക്ക് പെൻഷനായിട്ട് മേടിക്കാം, അല്ലെങ്കിൽ ഫ്ലെക്സി ഇൻകം എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെഗുലർ പെൻഷൻ വേണ്ട, നമുക്ക് ഒരുമിച്ചൊരു എമൗണ്ട് വേണമെങ്കിൽ ഫ്ലെക്സി ഇൻകം ആയിട്ട് മേടിക്കാം. ആ പ്ലാന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ FD ഇൻട്രസ്റ്റ് റേറ്റുകൾ, FD ഇൻട്രസ്റ്റ് റേറ്റിലേക്ക് 2000 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 10% എടുത്തിട്ടുണ്ട്. 2010 8.5% മാറി. 2023 ആകുമ്പോഴേക്കും 5.9% വന്നു. ഇനി ഇന്ത്യ ഡെവലപ്പ് ചെയ്യുമ്പോൾ 2040 ഒക്കെ ആകുമ്പോഴേക്കും 3%, 4%-ലേക്കൊക്കെ പോകും എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പം വലിയ ഡെവലപ്ഡ് കൺട്രീസ് ആയ ജപ്പാൻ പോലത്തെ രാജ്യങ്ങളിൽ അറൌണ്ട് 0.01% ഒക്കെയാണ് FD ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അപ്പം അവിടെയാണ് ഈ പറഞ്ഞ പോലെ ഇപ്പം ഈ പ്ലാനില്, ജീവൻ ഉത്സവ് പ്ലാനില് ഗ്യാരണ്ടീഡ് ആയിട്ട് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റിൽ 5% റേറ്റിലാണ് ഈ ഫ്ലെക്സി ഇൻകം പ്ലാനിൽ ലൈഫ് ലോങ്, അതായത് ഇപ്പം 0 വയസ്സിലൊരു കുട്ടി എടുക്കുകയാണെന്ന് വെച്ചാൽ ലൈഫ് ലോങ് ആണ്, 100 വർഷത്തേക്ക് അല്ലെങ്കിൽ 90 വർഷത്തേക്കൊക്കെയാണ് 5% ഗ്യാരണ്ടീഡ് ബോണസ് LIC പറയുന്നത്. അവിടെയാണ് ലോങ് ടേമിൽ 5% കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതാണ് ഈ പ്ലാനിലെ ഏറ്റവും വലിയൊരു ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ പ്ലാനിന്റെ മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് വീഡിയോയിൽ നോക്കാം. ഈ ചാനൽ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ബിനോയ്. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ബാങ്കിങ് രംഗത്ത് കഴിഞ്ഞ 20 കൊല്ലമായി പ്രവർത്തിക്കുന്നു. ജീവൻ ഉത്സവ് പ്ലാന്റെ ഫീച്ചേഴ്സ് നമുക്കൊന്ന് ആദ്യം നോക്കാം. അതിനുശേഷം നമുക്ക് 2 റെഗുലർ ഇൻകം പ്ലാനിനെ കുറിച്ചും ഫ്ലെക്സി ഇൻകം പ്ലാനിനെ കുറിച്ചും 2 വേരിയന്റിനെ കുറിച്ചും നോക്കാം. ഇത് ഏജ് അറ്റ് എൻട്രി 0 to 65, ന്യൂ ബോണിന് തൊട്ട് 65 വയസ്സ് വരെയുള്ളവർക്ക് ഈ പ്ലാനിൽ ചേരാവുന്നതാണ്. മിനിമം സമ്മർഷോടെ 5 ലക്ഷം ആണ് ഈ പ്ലാന്റെ. പ്രീമിയം പേയിങ് ടേം 5 തൊട്ട് 16 വർഷം വരെയാണ്. അതായത് LICയെ കുറിച്ചൊക്കെ ഒരു കംപ്ലൈന്റ് എന്ന് വെച്ചാൽ ലോങ് ടേം ആണ്, അതായത് കുറെ കൊല്ലം അടയ്ക്കണം എന്നാണ്. ഇവിടെ 5 കൊല്ലം അടച്ചാൽ മതി എന്നുള്ള ഫീച്ചർ ഉണ്ട്. 15 കൊല്ലം തൊട്ട് 16 കൊല്ലം വരെ. ഇതിൽ പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ 5 കൊല്ലത്തെ പേയ്മെന്റ് ആണ് എടുക്കുകയാണെങ്കിൽ 5 കൊല്ലം വെയിറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് 11th ഇയറിലാണ് പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുക. 6 കൊല്ലം അടയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കൊല്ലം വെയിറ്റിംഗ്, 11th ഇയർ പെൻഷൻ സ്റ്റാർട്ടിങ്. 7 കൊല്ലം അടയ്ക്കുന്ന പ്ലാൻ ആണെങ്കിൽ 3 കൊല്ലം വെയിറ്റിംഗ്, 11ാമത്തെ കൊല്ലം പെൻഷൻ സ്റ്റാർട്ടിങ്. 8 ഇയേഴ്സ് അടയ്ക്കുകയാണെങ്കിൽ 2 ഇയേഴ്സ് വെയിറ്റിംഗ്, 11th ഇയർ പെൻഷൻ സ്റ്റാർട്ടിങ്. പിന്നെ അതുപോലെ തന്നെ 16 വർഷം വരെയുള്ള അടവ് കാലയളവിൽ 2 കൊല്ലം വെയിറ്റിംഗ്, അത് കഴിഞ്ഞിട്ട് 3ാമത്തെ കൊല്ലം പെൻഷൻ സ്റ്റാർട്ടിങ്. അതായത് 16 കൊല്ലമാണെങ്കിൽ 2 കൊല്ലം വെയിറ്റ് ചെയ്ത് 19ാമത്തെ കൊല്ലം തൊട്ട് പെൻഷൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയാണ് ഈ പ്ലാന്റെ ഒരു ഫീച്ചേഴ്സ് വരുന്നത്. അതുപോലെ തന്നെ പ്ലാനിൽ മറ്റ് റൈഡറുകളൊക്കെ ആഡ് ചെയ്യാം. ആക്സിഡന്റ് ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി റൈഡർ, ടേം റൈഡർ, ക്രിട്ടിക്കൽ ഇൽനസ് റൈഡർ ഒക്കെ ആഡ് ചെയ്യാം. ഇൻഷുറൻസ് കവറേജ് പ്ലാനിലുണ്ട്. അത് സെയിം ആയിട്ട് നിലനിൽക്കും. പോളിസിയുടെ അവസാനം വരെ സെയിം ആയിരിക്കും. ജീവൻ ഉമംഗ് പോലെ കൂടുകയില്ല. ഇൻഷുറൻസ് കവറേജ് സെയിം ആയിട്ട് നിലനിൽക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 10 lakh സം അഷ്വേർഡ് ഒരു 30 വയസ്സുള്ള ഒരാളെടുത്തു. 8 കൊല്ലം പ്രീമിയം അടയ്ക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം സം അഷ്വേർഡിന് അറൌണ്ട് 1.5 lakhs ആണ്. അറൌണ്ട് 1.5 lakhs പ്രീമിയം വരും. 11th ഇയർ തൊട്ട് 1 lakh വെച്ചിട്ട് ആൾക്ക് ലൈഫ് ലോങ്, അതായത് 100 വയസ്സെന്നല്ല പറയാം, 110 വയസ്സ് വരെ ജീവിക്കുമെങ്കിൽ അത്രയും കാലം പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കും. അതായത് റെഗുലർ പെൻഷൻ പ്ലാനിൽ ഇപ്പൊ അതിന് പകരം 5 കൊല്ലം പ്രീമിയം അടയ്ക്കാന്ന് പറഞ്ഞ കസ്റ്റമർക്കാണെങ്കിൽ 2 ലക്ഷത്തിനടുത്ത് പ്രീമിയം വരും. ലൈഫ് ലോങ് 1 lakh വെച്ചിട്ട് പ്രീമിയം, 11th ഇയർ തൊട്ട് ലൈഫ് ലോങ് 1 lakh വെച്ചിട്ട് പ്രീമിയം തരും, പെൻഷൻ തരും. ഫ്ലെക്സി ഇൻകം പ്ലാനിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റെഗുലർ ആയിട്ടുള്ള ഇൻകം അല്ല, 11ാമത്തെ കൊല്ലം തൊട്ട് ഇപ്പം പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. അതിൽ പക്ഷേ ഓരോ കൊല്ലവും 1 lakh വെച്ചിട്ട് അതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കും ഫ്ലെക്സി ഇൻകം. അതായത് അതിന്മേയാണ് 5.5% കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുക. ഇതിൽ എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ 30 വയസ്സുള്ള ഒരാൾ എടുത്തു, 10 lakh സം അഷ്വേർഡ്, 5 കൊല്ലം പ്രീമിയം പേയ്മെന്റ്, 2 ലക്ഷം 2.1 ലക്ഷത്തിന്റെ അടുത്ത് പ്രീമിയം വരും. 30 വയസ്സുള്ള ആള് 5 കൊല്ലം പ്രീമിയം പേയ്മെന്റ്, അപ്പൊ 35 വയസ്സ് വരെ പ്രീമിയം അടിച്ചു. 41ാമത്തെ വയസ്സ് തൊട്ടാണ് പെൻഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പക്ഷെ ആള് ഫ്ലെക്സി ഇൻകം ഓപ്ഷൻ എടുത്തുകൊണ്ട് പെൻഷൻ അങ്ങനെ എല്ലാ കൊല്ലം ഓരോ ലക്ഷം കിട്ടുകയില്ല. ഓരോ ലക്ഷവും മറ്റേ അതിന്റെ പെൻഷൻ കിറ്റിയിൽ വന്നിട്ട് 5.5% കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ആഡ് ചെയ്ത് ഇപ്പം ആൾക്ക്
60ാമത്തെ വയസ്സിൽ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് 33 ലക്ഷം രൂപയുണ്ടാവും. അതിൽ നിന്ന് 75% എടുക്കാം. അതായത് നമുക്ക് റെഗുലർ ആയിട്ടുള്ള പെൻഷൻ അല്ല, ഒരു ആവശ്യങ്ങൾക്ക് ഒരുമിച്ചൊരു ഫണ്ട് വേണം എന്ന് പറഞ്ഞ ആളുകൾക്ക് വളരെ നല്ലതാണ് ഫ്ലെക്സി ഇൻകം പ്ലാൻ. 5.5% കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ഉണ്ട് ലോങ് ടേമിൽ. അതാണ് അതിലെ ഏറ്റവും പ്രധാനം. ആ സമയത്തൊക്കെ അറൗണ്ട് ഒരു 30 കൊല്ലം കഴിഞ്ഞിട്ടുള്ള കാര്യം പറയുമ്പോൾ അറൗണ്ട് ചിലപ്പോൾ ഇന്ത്യയിലെ ഇൻട്രസ്റ്റ് റേറ്റ് 1% അല്ലെങ്കിൽ 2% ഒക്കെ ആവും. അവിടെയാണ് 5% കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പം അത് വളരെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ്. ഇത് തന്നെ 65 വയസ്സിലാണ് ആൾക്ക് കോർപ്പസ് വേണമെങ്കിൽ 53 ലക്ഷത്തിലേക്ക് വരും. 70 വയസ്സിൽ 76 ലക്ഷത്തിലേക്ക് വരും. 75 വയസ്സിൽ 1 കോടി വരും. 30 വയസ്സുള്ള ഒരാൾ 75 വയസ്സിൽ ഇത് അതായത് പ്രീമിയം അടവ് 5 കൊല്ലം കൊണ്ട് കഴിഞ്ഞു. ഒരു 75 വയസ്സാകുമ്പോഴേക്കും 1 കോടി രൂപ വരും. വളരെ അട്രാക്റ്റീവ് ഫീച്ചറാണ്. നിങ്ങളുടെ ഒരു ഇല്ലുസ്ട്രേഷൻ ഓഫ് ബെനിഫിറ്റ്സ് ഏതെങ്കിലും റെഗുലർ ഇൻകത്തിൻ്റെയോ അല്ലെങ്കിൽ ഫ്ലെക്സി ഇൻകത്തിൻ്റെയോ വേണമെങ്കിൽ എനിക്ക് വാട്സാപ്പ് അയക്കാം, എടുത്തു തരാം. ജീവനോത്സവ പ്ലാനിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഈ പ്ലാൻ ജീവനോത്സവ പ്ലാൻ അല്ലെങ്കിൽ LICയുടെ ഏതെങ്കിലും പ്ലാൻ പർച്ചേസ് ചെയ്യണമെങ്കിലോ അതിൻ്റെ ഇല്ലുസ്ട്രേഷൻ ഓഫ് ബെനിഫിറ്റ്സ് അറിയണമെങ്കിലോ ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇതിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം അല്ലെങ്കിൽ വിളിക്കാം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.